ജേക്കബ് ജോർജ് സാറ് പറഞ്ഞതിന് ഞാൻ ആദ്യം ഒരു മറുപടി പറയട്ടെ. സാറ് പറഞ്ഞു രണ്ട് മുന്നണികൾ തമ്മിലാണ് മത്സരം, മറ്റുള്ളവരൊക്കെ സ്ഥാനാർത്ഥിയായിട്ട് വെറുതെ നടക്കുകയാണ്. സാറ് പൂരം കാണുകയാണ്. ഒരു ഭാഗത്ത് മന്ത്രിപ്പട, അവരുടെ MLA-മാരുടെ പട, മറുഭാഗത്ത് 18 MP-മാര്, മറ്റ് 2 MP-മാര്. ഇതൊക്കെ പാടെയായി രണ്ട് മുന്നണികളും ഒരു പൂരത്തിന്റെ പ്രതീതി സൃഷ്ടിക്കുന്നുണ്ട് നിലമ്പൂരില് എന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കാൻ ജോർജ് സാറെ പോലുള്ള ആളുകൾ അതാണ് കാണുന്നത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇവിടെ സത്യത്തിൽ PV അൻവർ മത്സര രംഗത്തേക്ക് ഇറങ്ങിയതോടുകൂടി ഇടത് വലത് മുന്നണികളാകെ അങ്കലാപ്പിലായിരിക്കുക. എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടത് എന്ന് സ്വയം മറന്ന് സ്വന്തം പാർട്ടികളുടെ അസ്തിത്വം വരെ പണയം വെക്കുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് ആയാലും CPM ആയാലും മാറി നിലമ്പൂരിൽ എന്നതിന്റെ തെളിവാണ് ജമായത്തെ ഇസ്ലാമിയെ പോലെ അല്ലെങ്കിൽ PDP-യെ പോലുള്ളവരുടെ പിറകെ പോയി അവരുടെ കാല് പിടിച്ച് അവരുടെ വോട്ടിന് വേണ്ടി ഏത് അറ്റം വരെയും പോകേണ്ടുന്ന ഒരവസ്ഥയിലേക്ക്, അങ്കലാപ്പിലേക്ക് രണ്ട് മുന്നണികളും മാറിക്കഴിഞ്ഞു. BJP-യുടെ കാര്യം ഒട്ടും പിന്നിലല്ല. കാരണം സ്ഥാനാർത്ഥി സ്വന്തം പാർട്ടിയിൽ നിന്ന് ലഭിക്കാതെ കേരള കോൺഗ്രസ് ജോസഫിന്റെ പിറകെ പോകേണ്ട അവസ്ഥയിലേക്ക് അവരും വന്നു. ആ അവസ്ഥയാണ് ഇന്ന് നിലമ്പൂരിൽ നിലനിൽക്കുന്നത്. അതേസമയം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് വളരെ സൈലന്റായി ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിക്കൊണ്ടാണ് അൻവർ മുന്നോട്ട് പോകുന്നത്. അൻവറിന് വളരെ പ്ലസ് പോയിന്റ് ആണ് നിലമ്പൂരിലെ ജനങ്ങൾ ഇന്ന് നൽകുന്നത്. കേരളത്തിൽ രാജാവ് നഗ്നനാണ് എന്ന് പരസ്യമായി വിളിച്ചു പറയാൻ കാട്ടിയ ആർജവം, തന്റെ ഇടം, അത് നിലമ്പൂരിലെ യുവത്വം ഏറ്റെടുത്തു കഴിഞ്ഞു. അവരുടെ മനസ്സിൽ അൻവർ കെടാവിളക്ക് പോലെ ഇന്ന് തെളിഞ്ഞു നിൽക്കുകയാണ്. യാതൊരു സംശയവും വേണ്ട, ഈ മുന്നണികളുടെ എല്ലാ അവകാശവാദങ്ങളും എല്ലാ വർഗീയ പ്രീണനങ്ങളെയും നിലമ്പൂരിലെ ജനങ്ങൾ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയും. PV അൻവർ ഉദിച്ചുയരുന്ന സൂര്യനെ പോലെ കേരള നിയമസഭയിലേക്ക് വീണ്ടും കടന്നു വരും. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട.